നമുക്കില്ലേ ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് വീഡിയോ ഒരുമിച്ചെടുത്താലോ? ഞാൻ ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ആദ്യമില്ല ഈ കുപ്പി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മാസേന്റെ എല്ലാം ബോട്ടിലെല്ലാം കിട്ടൂലേ, അതില്ലേ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതും എടുക്കാൻ പറ്റും. പക്ഷെ മൂടിയില്ലേ കളർ ചെയ്യണം, അതായത് ഫ്ലാഗിന്റെ കളർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനല്ലേ ഈ കുപ്പി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഈ കാർഡ്ബോർഡ് ഈ കുപ്പീന്റെ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ അളവിന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ അതിന്റെ അളവിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. എല്ലാരും ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ചെറിയ കത്രി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? ആരെങ്കിലും വലിയ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാ കട്ട് ചെയ്ത് തരാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ഇതിന്റെ ചെറുതായിട്ട്, പിന്നെ വേറെ അതിനെക്കാട്ടും ചെറുതായിട്ട്, മീഡിയമും സ്മോളും ബിഗും അങ്ങനെ. അപ്പൊ ഞാൻ അതും കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ ഫ്രണ്ട്സ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട്സ് സർക്കിള്. ഇനി നമുക്കിത് ഒട്ടിക്കണം. ഇത് ഒട്ടിക്കണം. അത് ഓപ്പൺ അല്ലടാ, അതാടെ ഉണങ്ങിയ അതുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ ഫെവിക്കോൾ കൊണ്ടില്ലേ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ വീഡിയോ എടുക്കാണ്ടാ ചെയ്തേ. ഇനി ഈ സർക്കിൾ നമുക്ക് ഇതിന്റെ നടുക്കൊട്ടിക്കണം. രസമുണ്ട് ആ ഫെവിക്കോൾ കൊണ്ടെല്ലാം. അപ്പൊ ഞാൻ ഇത് 3 പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഒന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കളർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ്. അത് ഇല്ലേ ഉണങ്ങുന്ന വരെ നമുക്കില്ലേ ഇതില് ഫ്ലാഗിന്റെ കളർ കൊടുത്തിട്ട് ഫ്ലാഗിനെ പോലെ ആക്കിയെടുക്കാം ഫ്രണ്ട്സ്. ഞാൻ ഇങ്ങനെ ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നമുക്ക് നടുക്കില്ലേ അശോക് ചക്ര ഉണ്ടാക്കണം. പിക്നിയില്ലേ അശോക് ചക്രയിലില്ലേ എത്ര സ്പാർക്സ് ഉണ്ട് പറയട്ടെ? നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. 24 സ്പാർക്സ്. നല്ല ഈസിയാണ് ഫ്രണ്ട്സ് ആ ക്വസ്റ്റ്യന്. അപ്പൊ ഇല്ലേ നമുക്ക് ഇല്ലേ എന്താ ചെയ്യണ്ടേ? മുകളിൽ സാഫ്രൺ, പിന്നെ ഇല്ലേ താഴെ ഗ്രീന്, പിന്നെ ഇല്ലേ ഈ നടുക്ക് വൈറ്റും പിന്നെ അശോക ചക്ര നീലനിറത്തിലും കൊടുക്കണം അല്ലേ? അപ്പം നമുക്ക് കളർ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അല്ലേ ഇങ്ങനെ കളർ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. കൂടുതലല്ലേ തെറ്റിപ്പോകും. ഞാൻ അല്ലേ വൈറ്റ് കളർ കുറച്ചെടുത്തിന്. വൈറ്റിലാവാണ്ട് നിങ്ങൾ അടിക്കണം. കെയർഫുള്ളി അടിക്കണം ഫ്രണ്ട്. സനിതയുടെ ഫ്ലാഗിന്റെ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി അശോക ചക്ര വരക്കണം അല്ലേ? ബ്ലൂ
ബ്ലൂ പെന്നെ കൊണ്ടാണ് അശോക് ചക്ര വരക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഫ്ലാഗ് ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഇതിൽ നമുക്ക് കളർ കൊടുക്കണം. സാപ്പിടും കൊടുക്കാം. ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഇങ്ങനെ സാഫ്രൻ കളർ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡും യെല്ലോ എല്ലാം മിക്സ് ചെയ്താൽ സാഫ്രൻ കളർ ആയിരിക്കും. ഞാൻ ഇവിടെ തൽക്കാലം ഓറഞ്ച് കൊടുത്തുള്ളൂ ഫ്രണ്ട്സ്. നമുക്ക് വൈറ്റ് കൊടുക്കാം. ഓ സൂപ്പർ സോ ക്രേസി. സൂപ്പർ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഇതില് ഗ്രീൻ കളർ കൊടുക്കുവാണ്. ശരിക്കും നല്ല രസമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ. ഞാൻ ഇതും ഇല്ല കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല കളർ പേപ്പർ കൊണ്ട് കവറും ചെയ്യാൻ പറ്റും. കളർ പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ കളർ കൊടുത്താലും മതി. ഇനിയിപ്പോ എന്താ വേണ്ടേ? നമുക്ക് ഈ സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടിക്കണം. സാധനം ഇവിടെ ബഡ്സിന്റെ സ്റ്റിക്കാ എടുത്തത് അല്ലേ? ബഡ്സിന്റെ ആ കോട്ടൺ കളഞ്ഞിട്ട് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അല്ലേ? അപ്പൊ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. സാറിന്റെ നെറ്റിക്ക് പെയിന്റ് ആയിട്ടുണ്ട്, അതിനെ ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ. നമുക്കില്ലേ കുറച്ച് ഒട്ടിച്ചിട്ട് ഈ ഫ്ലാഗിൽ ഇത് ഒട്ടിക്കണം. ഫ്രണ്ട്സ് കുറച്ച് ഇതായി, പക്ഷെ സാലഡ് തുടച്ചെടുത്താൽ മതി. ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിനോട് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട് ഇപ്പൊ നല്ല അടിപൊളി ഫ്ലാഗ് അല്ലേ? ഇനി നമ്മൾ ആടെയും കൂടെ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പൊ അതിന് മുന്നേ അതൊന്ന് ഓട്ടയിട്ടെടുക്കണം. അമ്മ ഇവിടെ ഇല്ല ഇങ്ങനെ ഓട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഈ കത്രികനെ കൊണ്ട്. നമുക്ക് ഇതിവിടെ ഇങ്ങനെ വെച്ചോ. സൂപ്പർ ഇന്ത്യ. ഒന്ന് ചെറുതായിട്ട് കട്ടി വേണ്ടി വരും. അവിടെ ഇങ്ങനെ ഫ്ലാഗ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഞാൻ ഒരു ഗ്രീൻ കളർ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രീൻ കളർ ടാപ്പ് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് ഒട്ടിച്ചാൽ മതി. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിന്റെ മേലെയും കൂടി കളർ കൊടുത്തെടുക്കാം. ഫ്രണ്ട്സ് ഇനി നമുക്ക് മേലെയും ട്രൈ കളർ കൊടുക്കാം. ട്രൈ കളർ ഞാൻ ഇതില്ല കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഫ്ലാഗിന്റെ കളർ കൊടുക്കണം അല്ലേ? ചുറ്റും അല്ല, അവിടെ മേലെ മാത്രം അല്ലേ? സോ ക്രേസി. ഫ്രണ്ട്സ് ഞാൻ ട്രൈ കളർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ലേ ആ നടുക്ക് ഇല്ല എന്തിനാമോ പറ്റാതെ, അതുകൊണ്ടില്ലേ നമുക്ക് ഇല്ല പേപ്പർ കൊണ്ട് അശോക ചക്ര ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ ഒട്ടിക്കാം. ഇത് ഒന്ന് ഉണങ്ങിയിട്ടല്ലേ? ഈ കളർ ഒന്ന് ഉണങ്ങിയിട്ടാകുമ്പോ ആ നടുക്ക് നമുക്ക് അശോക ചക്രം അത് വരച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കാരണം ആ നടുക്ക് എന്താണെന്നറിയില്ല, അവിടെ കളറ് ആവുന്നില്ല. കൂടെ ഞാൻ ഇതും ഉണ്ടാക്കി. ഇതാണ് സാധനമാക്കിയ ക്രാഫ്റ്റ്, ഇൻഡിപെൻഡൻസ് ഡേന്റെ ക്രാഫ്റ്റ്. നമുക്ക് അവിടെ അശോക ചക്രയും കൂടി ഇതാക്കണം. ഇതിന്റെ ഉള്ളിൽ ലൈറ്റും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. ആ പെയിന്റ് ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്കവിടെ അശോക ചക്രം ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്കത് ഒരു കാർഡ്ബോർഡിലെ പേപ്പറിൽ നമുക്ക് അശോക ചക്രം വരച്ചെടുക്കാം.
ഞാനിവിടെ അശോക ചക്ര വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ ഒട്ടിക്കാം. ഹിന്ദുസ്ഥാൻ ജയ് ജയ് ഹിന്ദുസ്ഥാൻ എന്റെ നെഞ്ചിൽ നിറയും എന്നും മേരാ ഭാരത് മഹാ. സാധനം വരെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ സാധനം ഉണ്ടാക്കിയ കൂടെ വാ ഫ്ലാഗ്. ഒത്തുചേരാം ഈ ക്രാഫ്റ്റ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഫ്ലാഗ് ഷോക്കേസിൽ വെക്കുന്ന റെഡിയാണ്. എങ്ങനെയുണ്ട്? ജയ് ജയ് ഹിന്ദുസ്ഥാൻ ഫ്രണ്ട്സ്, ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാനല്ല ഇതുണ്ടാക്കുമ്പില്ല കളർ അടിക്കാൻ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ആദ്യം ഞാൻ ഉണ്ടാക്കുമ്പോ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നോക്കൂ ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് കണ്ടോ, ഇതെല്ലാം നല്ല സിമ്പിൾ ആണ് വീട്ടിലുണ്ടാക്കാൻ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ബൈ ബൈ. ജയ് ജയ്